ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് നമുക്ക് ക്ലിയറായിട്ട് പഠിച്ച് ഒരു ജോബ് ക്രാക്ക് ചെയ്യാനുള്ളൊരു ലെവലിലോട്ടൊക്കെ നമ്മുടെ എക്സ്പെർട്ടീസ് നമ്മൾ ഉയർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതിൻ്റെ നിറ്റി ഗ്രിറ്റി അല്ലെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് ഉള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്രയും ഡെപ്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കതിൽ ആവശ്യമാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെഷീൻ ലേണിംഗ് ആൻഡ് ഡേറ്റ സയൻസിൽ വരുന്ന അൽഗോരിതംസ്, അതിൻ്റെ ബാക്കിൽ വരുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മാത്തമാറ്റിക്കൽ ഐഡിയാസ്, അതിൻ്റെ ഇൻഡ്യൂഷൻ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു അറിവ്, നോളജ് നമുക്ക് ആൻഡ് സ്കിൽസ് ഓൾസോ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻ്റയർ മാത്തമാറ്റിക്സ് പഠിക്കണം എന്നല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്ന മാത്തമാറ്റിക്സിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ആക്ച്വൽ പ്രാക്ടിക്കൽ യൂസ് കേസിലല്ല നമ്മളതിനെ മനസ്സിലാക്കുന്നത് പലപ്പോഴും. സോ ആ ഒരു മെത്തേഡിലുള്ള, നമ്മൾ മനസ്സിലാക്കുന്ന മെത്തേഡിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് നമുക്കത് ഒരിക്കലും യൂസ്ഫുൾ അല്ലാതെ പോകുന്നത്. സോ ഇവിടെ നമ്മൾ എന്തായാലും ആ ഒരു മെത്തേഡല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്. നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ യൂസ് കേസ്, ആ ഒരു ആക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. സോ നമുക്ക് മെയിനായിട്ടും എൻ്റയർ മാത്തമാറ്റിക്സ് പഠിക്കുക എന്നുള്ളതല്ല ഇവിടെ ലക്ഷ്യം. നമുക്ക് മെഷീൻ ലേണിംഗ് ആൻഡ് ഡേറ്റാ സയൻസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ തന്നെ 4 ഏരിയാസിൽ നിന്നുള്ള കൺസെപ്റ്റുകളാണ് പൊതുവേ ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരിക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കാൽക്കുലസ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് എന്താണ് ഒരു ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണ്, ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാൽക്കുലസ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് നമ്മൾ എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ ലീനിയർ ഓൾജിബ്ര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പലപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ കുറച്ചും കൂടെ ഒരു വിഷ്വൽ ഇൻഡ്യൂഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏഗൻ വാല്യൂസ്, ഏഗൻ വെക്റ്റേഴ്സ് അതൊക്കെ എന്താണ്, സിമിലാരിറ്റി ബിറ്റ്വീൻ വെക്റ്റേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് വരുന്നത്. ദെൻ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഫീൽഡിൽ നമ്മളതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇൻഫറൻസ്, അൺസേർട്ടൺ സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയിൽ, ലൈക്ക് പാറ്റേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ മെയിനായിട്ടും വരുന്നത്. പിന്നെ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതായത് പൊതുവേ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റ, ആ ഡേറ്റയുടെ നേച്ചർ, ആ ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുക, ആ ഡേറ്റയിൽ നിന്ന് മാക്സിമം ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുക, അതിനെ വിഷ്വലൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. പ്ലസ് ഓൾസോ ആ കിട്ടിയ ഡേറ്റയെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ഇൻഫർമേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അതിന് നമുക്ക് എങ്ങനെ സാധിക്കും, അതെങ്ങനെ നമുക്ക് ഒരു വാലിഡ് സയൻറ്റിഫിക് വേയിൽ ചെയ്യാം എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിൽ മെയിനായിട്ടും വരുന്ന കൺസെപ്റ്റുകൾ. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ കാൽക്കുലസ്, പ്രോബബിലിറ്റി, ലീനിയർ ഓൾജിബ്ര ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 4 ഫീൽഡിലും നിന്നുമുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നുണ്ടാവും. അവിടെ എപ്പോഴും നമ്മളതിൻ്റെ പ്രാക്ടിക്കൽ യൂസ് കേസ് ആൻഡ് വിഷ്വലൈസേഷൻ, ആപ്ലിക്കേഷൻ സൈഡ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും നമ്മളതിൻ്റെ ഈ കൺസെപ്റ്റ് പഠിക്കുക. ലേറ്റർ നമ്മൾ ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ലേൺ ചെയ്യുമ്പോൾ അവിടെ എവിടെയൊക്കെയാണ് ഈ കൺസെപ്റ്റുകൾ അപ്ലൈ ആവുന്നത് എന്ന് ഞാൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റുകൾ ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതിൻ്റെ യൂസ് കേസും ആപ്ലിക്കേഷൻസിനും വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നോട്ട് ഓൺലി ഇൻ ഡേറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ബട്ട് ചിലപ്പം നിങ്ങളുടെ നോർമൽ സ്റ്റഡീസിനും ചിലപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെയും നിങ്ങൾക്കിത് കൂടുതൽ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.